എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആണെങ്കിൽ ഷോക്കാവും. കാരണം ഗോകുവിന്റെ മൈൻഡ് അതിപ്പോ ആ ഗെന്യുവിന്റെ ബോഡിയിലേക്ക് സ്പ്ലിറ്റ് ആയിരിക്കുകയാണ്. അവർ രണ്ടുപേരും ക്യാരക്ടർ ചേഞ്ച് ആയിരിക്കുകയാണ്. ഗോകുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എങ്ങനെ സംഭവിച്ചു, ഞാനെങ്ങനെ ഇവന്റെ ബോഡിയിലേക്ക് വന്നു? അതിനവൻ പറയും, ഞാൻ നമ്മളെ രണ്ടുപേരെ സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി മുതൽ നിന്റെ ബോഡി അതെനിക്കാണ്. സോ ഇതുപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുമെന്ന് പറയും. ചോപ്പനാണെങ്കിൽ ഇപ്പൊ ആ ഡിവൈസ് അത് ആ ഗെന്യുവിനെ ഏൽപ്പിക്കുകയാണ്. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് അവിടുന്ന് കടന്നു പോകും. വാവ്, ഈ ഒരു ശരീരം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിന് നല്ല വേഗതയുണ്ട്. എന്റെ പഴയ ശരീരത്തിനെ കഴിഞ്ഞും വളരെയധികം മികച്ച ശരീരമാണിത്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ഗോകു അവനാണെങ്കിൽ നിസ്സഹായനായി പരുക്കുപറ്റിയ ആ ഒരു മോൺസ്റ്റർ രൂപവുമായി ഫ്രീസ് ആയിട്ട് നിൽക്കും. ഓ നോ, എന്നെ കൊണ്ട് ഈ ഒരു ബോഡി അത് താങ്ങാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല ഇതിനൊട്ടും ശക്തിയില്ല. എന്റെ രൂപവും വളരെ വിരൂപമാണ്. ഞാൻ ഈ രൂപത്തിൽ ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ ചീച്ചിയാണെങ്കിൽ എന്നെ കണ്ട് പേടിച്ചോടും. മാത്രമല്ല ഇവിടെയുള്ള എന്റെ ഫ്രണ്ട്സ് ഗെന്യു ലീഡറിനെ കണ്ട് അത് ഞാനാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള ചാൻസും ഉണ്ട്. എത്രയും വേഗം അവനെ തടഞ്ഞേ പറ്റൂ. കട്ട് ചെയ്ത ഇവിടെ ആ ചിന്ന സയാനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ഫ്രീസയുടെ മാൻഷന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അവൻ ചുറ്റും നോക്കും. ഫ്രീസ അവിടെ ഇല്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കും. ചിന്ന സയാനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഓരോരോ സോൾജേഴ്സിനായിട്ട് തകർക്കാനായിട്ട് തുടങ്ങും. അവർക്കാണെങ്കിൽ എന്താ നടക്കുന്നത് മനസ്സിലാവാതെ അവരങ്ങനെ തകർന്ന് വീഴുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ലീഡർ വില്ലൻ അവനാണെങ്കിൽ 1,80,000 പവറുള്ള ഗോകുവിന്റെ ബോഡിയുമായിട്ട് അങ്ങനെ ഹായ് ആയി നല്ല സ്പീഡിൽ ഫ്ലൈ ചെയ്ത് പോവാണ്. ഇവിടെ ഗോകുവിന് ആ ഒരു ബോഡി അത് താങ്ങാൻ പോലും കഴിയില്ല. അവനാണെങ്കിൽ തകർന്ന് താഴേക്ക് വീഴുമെന്നോ, എന്നെ കൊണ്ടത് പറ്റുന്നില്ല. ഈ ബോഡി പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പോലും എനിക്കാവുന്നില്ല. എന്റെ ഫ്രണ്ട്സ് മൊട്ടപ്പനും അതുപോലെ തന്നെ എന്റെ മകൻ ഗോഹാനും അവരെല്ലാവരും അപകടത്തിലാണ്. ഈ കാര്യം എത്രയും വേഗം അവരെ അറിയിക്കണം. ഇതാ ഇവിടെ ചിന്ന സയാനെ കാണിക്കും. അവനാണെങ്കിൽ ഫ്രീസയുടെ ആ ബിൽഡിങ്ങിലേക്ക് കടന്നു വരും. എത്രയും വേഗം എനിക്ക് ആ ഡ്രാഗൺ ബോൾ കണ്ടെത്തണം. തീർച്ചയായിട്ടും ഫ്രീസ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇത്രയും സെക്യൂരിറ്റീസ് അവരിവിടെ ഉണ്ടാവണമെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഏതോ ഒരു കോണിലാണ് ഫ്രീസ ആ ഡ്രാഗൺ ബോൾസ് എല്ലാം തന്നെ മറച്ചു വെച്ചിരിക്കുന്നത്. മനുഷ്യർ അവരിവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ എനിക്കത് കണ്ടെത്തിയേ പറ്റൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഫേസ് വാഷ് ചെയ്ത് അവിടെയുള്ള ഒരു ഡ്രോ ഓപ്പൺ ചെയ്യുകയാണ്. അവന്റെ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസ് അതവന് അവിടെ വെച്ച് ലഭിക്കും. മാത്രമല്ല അവനൊരു ജാക്കറ്റ് ഒക്കെ എടുത്തണിഞ്ഞ് ഇപ്പോ സെറ്റായി നിൽക്കുകയാണ്. അതേസമയം ദൂരത്തായിട്ട് നമ്മുടെ ആൾക്കാർ മൊട്ടപ്പനും ഗോഹാനും അവരാണെങ്കിൽ ആ റഡാറിന്റെ സഹായത്താൽ ഓൾമോസ്റ്റ് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ചിന്ന സയാനാണെങ്കിൽ നമ്മുടെ ആൾക്കാർ വന്നത് കറക്റ്റായിട്ട് സെൻസ് ചെയ്യും. ഓ നോ, അവരിവിടെ എത്തിക്കഴിഞ്ഞു. ഇത്രയും വേഗം എന്റെ പവർ അത് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ പവർ കൺട്രോൾ ചെയ്ത് നിൽക്കും. ഇവിടെ ഗോഹാനും മൊട്ടപ്പനും ആ റഡാറിന്റെ സഹായത്താൽ ആ ഡ്രാഗൺ ബോൾ കുഴിച്ചിട്ട ഭാഗത്തേക്ക് വരികയാണ്. അവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് ആ കുഴി തുറന്നു നോക്കും. 7 ഡ്രാഗൺ ബോളും ആ കുഴിയിലുണ്ട്. ചിന്ന സയാനാണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര സന്തോഷം. യാഹൂ, എന്റെ പണി അത് പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. എത്രയും വേഗം ഈ പൊട്ടന്മാരുടെ കയ്യിൽ നിന്ന് ഡ്രാഗൺ ബോൾ എനിക്ക് തട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ഗോഹാനുമാണെങ്കിൽ വലിയ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അങ്ങനെ തുള്ളിച്ചാടും. നമുക്ക് എത്രയും വേഗം ആ ഡ്രാഗനെ വിളിക്കാന്ന് പറഞ്ഞ് പൊട്ടപ്പനാണെങ്കിൽ ഉച്ചത്തിൽ ഇപ്പൊ ഡ്രാഗനെ വിളിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ ആ ചിന്ന സയാൻ ആണെങ്കിൽ കാത്തിരിക്കുകയാണ് ആ ഡ്രാഗൺ അത് വരുന്നതിന് വേണ്ടി. പക്ഷെ മൊട്ടപ്പനും ഗോഹാനും എത്രത്തോളം കടന്ന് വിളിച്ചിട്ടും അവിടെ ഒന്നും തന്നെ സംഭവിക്കില്ല. അവർക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. എന്തുപറ്റി ആയിരിക്കും ആ ഡ്രാഗൺ വരാത്തതെന്ന് ചിന്തിച്ച് അവരാണെങ്കിൽ വീണ്ടും വീണ്ടും ഡ്രാഗനെ വിളിക്കുകയാണ്. ഇവിടെ ചിന്ന സയാനാണെങ്കിൽ ദേഷ്യം 10 മടങ്ങാവും. ഈ വിട്ടികൾ ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരെ കൊണ്ടും ആ ഡ്രാഗനെ സമൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയില്ലേ? അപ്പൊ ഇവർക്കും ആ പാസ്വേഡ് അറിയില്ല അല്ലേ? കുഴപ്പമില്ല, ആ ഡ്രാഗൺ ബോൾ അതേതായാലും എനിക്ക് കണ്ടെത്താനായല്ലോ എന്ന് പറയും. അതേസമയം ഇപ്പൊ 2 പവറുകൾ ചിന്ന സയാനും നമ്മുടെ ആൾക്കാർ സെൻസ് ചെയ്യും. മൊട്ടപ്പനാണെങ്കിൽ ഗോഹാനോട് പറയും, ഗെന്യു ടീമിന്റെ പവർ അതെനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരോ ഇവിടേക്ക് വരുന്നുണ്ട്, നമുക്ക് മറഞ്ഞു നിൽക്കാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും മറഞ്ഞു നിൽക്കും. അടുത്ത നിമിഷം ഗോകുവിന്റെ വേഷത്തിലെത്തിയ ഗെന്യു ലീഡറും ടോപ്പനും അവർ രണ്ടുപേരും താഴേക്ക് ലാൻഡ് ചെയ്യും. അവരാണെങ്കിൽ ഷോക്കാവും. ആ ഡ്രാഗൺ ബോൾ അതാരോ തുറന്ന് പുറത്തെടുത്തിരിക്കുകയാണ്. ഉടനെ മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനെ കണ്ട സന്തോഷത്തില് അടുത്തേക്ക് പാഞ്ഞടുക്കും. ഗോകു, നീ വിജയിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഗിന്യു ഫോഴ്സിലുള്ള ഒരാളെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ കരുതിയതല്ല. അതിന് ആ ഒരു ലീഡറാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അതെ, നീ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം. ാണോ ഈ ഡ്രാഗൺ ബോൾ കണ്ടുപിടിച്ച് പുറത്തേക്ക് എടുത്തത്? അതിന് മൊട്ടപ്പം പറയും, അതെ, ഞാനും ഗോഹാനും ചേർന്നാണ് ഇത് പുറത്തേക്ക് എടുത്തത്. ഞങ്ങൾ ആ ഡ്രാഗൺ ബോൾ ഉപയോഗിച്ച് ഡ്രാഗനെ സമൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഭൂമിയിൽ അത് വർക്ക് ആവുന്നതുപോലെ ഇവിടെ വർക്ക് ആവുന്നില്ല. എന്തോ ഒരു പാസ്വേഡ് അതിന് ബാക്കിയുണ്ട്. അത് കേട്ട് വില്ലനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഹാവു, അതപ്പോ വർക്ക് ആയില്ലല്ലേ? മൊട്ടപ്പനാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. ഞാനത് വർക്ക് ആയില്ല എന്നാണ് പറഞ്ഞത്. അത് വർക്ക് ആവാത്തോണ്ട് നിനക്ക് സന്തോഷമാണോ? നീ എന്തിനാ ആ വില്ലന്മാരുടെ ഡിവൈസ് അത് ഉപയോഗിക്കണേ? അടുത്ത നിമിഷം അവൾ ടെററായി മൊട്ടപ്പനെ നോക്കും. ഗോഹാനാണെങ്കിൽ വിളിച്ചു പറയും, മൊട്ടപ്പ, അത് നീ കരുതും പോലെ എന്റെ പപ്പയല്ല, പപ്പയുടെ പവർ അല്ല എനിക്ക് കിട്ടുന്നത്. മൊട്ടപ്പൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവൻ കൈവീശി മൊട്ടപ്പനെ ആഞ്ഞടിക്കുകയാണ്. ഗോഹാനാണെങ്കിൽ മൊട്ടപ്പനോട് പറയും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? അത് എന്റെ പപ്പ ഗോകു അല്ല. മൊട്ടപ്പനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര കൺഫ്യൂഷൻ. നീ എന്തായി പറയണേ? അത് ഗോകു തന്നെയാണ്.
ആ വില്ലനാണെങ്കിൽ അങ്ങനെ ടെററായിട്ട് ചിരിക്കാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം ആ ലീഡർ ആണെങ്കിൽ ഗോഹാനെ നോക്കും. വാവ്, നീ കറക്റ്റായിട്ട് ഞാൻ ആരാണെന്ന് കണ്ടുപിടിച്ചല്ലേ. ഞാനാണ് ഗെന്യു ഫോഴ്സിന്റെ ലീഡർ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇടും. ചോപ്പനാണെങ്കിൽ മുടിയൊക്കെ ഇട്ട് ആട്ടി അങ്ങനെ ഡാൻസ് ചെയ്യാണ്. ഇപ്പോ കുട്ടപ്പനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഓ നോ, നിനക്കെങ്ങനെ ഗോകുവിന്റെ ഈ രൂപവും ബോഡിയും കിട്ടി? സത്യം പറ, എന്താ ഉണ്ടായത്? അതിനവൻ പറയും, അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഇപ്പൊ എനിക്കതിന് സമയമില്ല എന്ന് പറഞ്ഞ് അവരെ അറ്റാക്ക് ചെയ്യാൻ അവൻ നടന്നടുക്കുകയാണ്. ദൂരത്തായിട്ട് ചിന്നസയാൻ അവനാണെങ്കിൽ കൺട്രോൾ പോവും. ഓ നോ, കാക്കറോഡിന്റെ ശക്തി മുഴുവൻ ഇപ്പൊ ഇവന് കിട്ടിയിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങള് അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ദൂരത്തായി നമ്മുടെ ഗോകു അവനാണെങ്കിൽ ആ ലീഡറിന്റെ ബോഡിയുമായി വളരെ ലിമിറ്റഡ് വേഗതയിൽ കടന്നു വരികയാണ്. എന്റെ ബോഡി അതവൻ കൊണ്ടുപോയി. എനിക്ക് ഈ ബോഡി അഡാപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല, അതിനൊരുപാട് സമയമെടുക്കും. എന്റെ ഗസ് ശരിയാണെങ്കിൽ എന്റെ ബോഡി അവനെ ഹാൻഡിൽ ചെയ്യാനും ഒത്തിരി സമയമെടുക്കും. സോ അതിനുള്ളിൽ എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ ബോഡി അത് തിരികെ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ് അവിടേക്ക് കടന്നു വരും. ആ ചോപ്പനാണെങ്കിൽ ഗോകുവിനെ കാണും. അവൻ ആ കാര്യം ഇപ്പോ ലീഡറിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഗോകു ആണെങ്കിൽ ലാൻഡ് ചെയ്ത് ഇപ്പൊ മൊട്ടപ്പനോടും ഗോഹാനോടും വിളിച്ചു പറയും, ഗോഹാൻ, അത് ഞാനല്ല, എന്റെ ശരീരത്തിൽ കയറി പറ്റിയ ആ ഗെന്യു ഫോഴ്സിന്റെ ലീഡറാണ്. ഗോഹാനാണെങ്കിൽ അത് കേട്ട് ഞെട്ടി ഗോകുവിനെ തന്നെ നോക്കുകയാണ്. ഓ നോ, ഇതിന് ഞാൻ സമ്മതിക്കില്ല, എങ്ങനെയെങ്കിലും എന്റെ പപ്പയെ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരണം. ഗോകുവാണെങ്കിൽ അവർക്ക് ഉറപ്പ് കൊടുക്കും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ബോഡി അതവന് മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. സോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അവനെ തോൽപ്പിക്കാം. അതിനാൽ ലീഡറാണെങ്കിൽ ഗോകുവിനോട് പറയും, നിന്റെ ബോഡി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, മാത്രമല്ല നിന്റെ 1,80,000 പവർ അത്രയും എനിക്കിപ്പോ കിട്ടിയിരിക്കുകയാണ്. അതിന് ഗോകു പറയും, എന്റെ പവർ ലെവലിനെ കഴിഞ്ഞ് കുറവായിട്ട് പോലും എനിക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഉറപ്പായാലും എന്റെ ബോഡി നിനക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ ധാരാളം സമയം ആവശ്യമാണ്. അതിനുള്ളിൽ ഗോഹാനും മൊട്ടപ്പനും അവർ രണ്ടുപേരും ചേർന്ന് നിന്നെ തോൽപ്പിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ ഭയപ്പെട്ടു പോകുന്നു കരുതിയോ? എന്റെ പവർ അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ഗോകുവിന്റെ ശരീരത്തിൽ അവന്റെ പവർ കാണിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഉടനെ ആ ചോപ്പൻ അവനാണെങ്കിൽ ആ ഒരു പവർ ചെക്ക് ചെയ്ത് ഇപ്പൊ ആ ലീഡറിനോട് പറയും, ഓ നോ സാറിന്റെ ബോഡിയിൽ ഒരു 23,000 പവർ മാത്രമാണ് കാണിക്കുന്നത്. അത് കേട്ട് അവൻ ഞെട്ടും. ഗോകു ആണെങ്കിൽ ചിരിക്കും, എന്റെ ബോഡിക്ക് 1,80,000 പവർ ഉണ്ട്. അത്രയും പവർ നിനക്ക് കിട്ടണമെങ്കിൽ നിന്റെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ആവണം. ഇപ്പോ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരുപാട് സമയം ആവശ്യമാണ്. അതിനുള്ളിൽ ഗോഹാനും മൊട്ടപ്പനും തീർച്ചയായിട്ടും നിന്നെ തോൽപ്പിക്കും. ഗോഹാൻ, മൊട്ടപ്പ രണ്ടുപേരും ചേർന്ന് അവനെ തോൽപ്പിക്കാൻ പറയും. ഉടനെ അവര് 3 പേരും തയ്യാറാവും. മൊട്ടപ്പനാണെങ്കിൽ അവനെ അറഞ്ചം പുറഞ്ചം അട്ടിക്കും. അതിനുശേഷം അവൻ തെന്നിത്തിരിഞ്ഞ് ഗോഹാനെ പഞ്ച് ചെയ്യാനായിട്ട് വരികയാണ്. ഗോഹാനാണെങ്കിൽ അവന്റെ പപ്പയുടെ രൂപമാണ് ആ വില്ലിന്, അതുകൊണ്ട് തന്നെ അവനെ പഞ്ച് ചെയ്യാനായിട്ട് കഴിയില്ല. അവന്റെ പഞ്ച് കിട്ടി മൊട്ടപ്പന്റെ അടുത്തേക്ക് തെറിച്ചു വരികയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോഹാനോട് പറയും, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗോകുവിനോട് ഫൈറ്റ് ചെയ്യാൻ യാതൊരു താല്പര്യമില്ല. പക്ഷേ ഇപ്പൊ അത് ഗോകു അല്ല, ഗോകുവിന് വേണ്ടി നമ്മൾ അവനോട് ഫൈറ്റ് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ എൻകറേജ് ചെയ്യും. ഉടനെ ഗോഹാനും മൊട്ടപ്പനും ചേർന്ന് ഇപ്പൊ അവനെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്യുകയാണ്. അവരുടെ അറ്റാക്കിൽപ്പെട്ട് ഇപ്പൊ ആ ലീഡർ ആണെങ്കിൽ ചോപ്പനോട് പിടിച്ചു പറയും, നീ ഇത് കാണുന്നില്ലേ, അവരെന്നെ അറ്റാക്ക് ചെയ്യാണ്, എന്നെ ഹെൽപ്പ് ചെയ്യും, അപ്പൊ നിന്റെ സഹായം ആവശ്യമാണ്, എന്നെ ഹെൽപ്പ് ചെയ്യും. ഉടനെ ചോപ്പനാണെങ്കിൽ ഇവിടേക്ക് കടന്നു പോകാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം വെജീറ്റ അവന്റെ തൊട്ടു പുറകിൽ വരും. ആദ്യം നീ എന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കേ. അത് കണ്ട് അവൻ ഞെട്ടും. ഇവിടെ അവനെ കൊണ്ടാണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഗോകുവിന്റെ 1,80,000 പവർ അത് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. അതിന് ഗോകു ആണെങ്കിൽ അവനോട് പറയും, നിനക്കത് ഉപയോഗിക്കാൻ പറ്റില്ല, നിന്റെ ശരീരവും മനസ്സും ഒന്നായി തീരാൻ ഒരുപാട് സമയം ആവശ്യമാണ്. അതിനുള്ളിൽ നിനക്ക് എന്തായാലും അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഉറപ്പായാലും മൊട്ടപ്പനും ഗോഹാനും നിന്നെ തോൽപ്പിക്കും. അടുത്ത നിമിഷം ഗോഹാനും മൊട്ടപ്പനും അവർ രണ്ടുപേരും പറന്നു വന്ന് ഇപ്പൊ അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. മറ്റൊരു ഭാഗത്ത് വിജിറ്റ ആണെങ്കിൽ ആ ചോപ്പനുമായിട്ട് നല്ല ഫൈറ്റ്. ഇവിടെ ആ ചോപ്പനാണെങ്കിൽ ചിന്നസയാന്റെ പവർ അത് ആ ഡിവൈസിൽ ചെക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. അടുത്ത നിമിഷം ആ ഡിവൈസ് അങ്ങനെ പൊട്ടിപ്പോവാണ്. എന്റെ പവർ കണ്ട് നീ ഞെട്ടിപ്പോയല്ലേ? ആക്ച്വലി ഞാനാണ് ചോപ്പർ സയാൻ. ഞാൻ കാക്രോഡിനെ പോലെയല്ല, അവനെ പോലെ ദയൊന്നും ഞാൻ കാണിക്കില്ല എന്ന് പറയും. അടുത്ത നിമിഷം ചോപ്പനാണെങ്കിൽ വീണ്ടും ഇപ്പൊ ചിന്നസയാൻ അറ്റാക്ക് ചെയ്യും. പക്ഷെ ചിന്നസയാനാണെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് വന്ന് വലിയൊരു പവർ ഇപ്പൊ അവൻ നേരെ ഉപയോഗിക്കുകയാണ്. ആ ഒരു പവറിൽ അവൻ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കണ്ട് എല്ലാവരും ഷോക്കാവുന്നതോട് കൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.